നമസ്കാരം. കനത്ത ദുരിതത്തിലാണ് നാളികേര കർഷകർ. വിപണിയിൽ നല്ല വില ഉണ്ടായിട്ടും ആവശ്യത്തിന് തേങ്ങ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ. കേരളത്തിൽ തേങ്ങയുടെ ഉൽപാദനക്ഷമത കഴിഞ്ഞ വേനലിൽ പകുതിയായാണ് കുറഞ്ഞത്. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം തെങ്ങിനെ ബാധിച്ച രോഗങ്ങളും ഉൽപാദനക്കുറവിനുള്ള കാരണങ്ങളാണ്. 50 തെങ്ങിൽ നിന്ന് 1000 കിലോഗ്രാം വരെ തേങ്ങ ലഭിച്ചിരുന്നത് 500 കിലോയായി കുറഞ്ഞു. നാളികേരത്തിന് കിലോഗ്രാമിന് 80 രൂപയ്ക്കാണ് കടകളിൽ വിൽക്കുന്നത്. കിലോഗ്രാമിന് 400 രൂപയ്ക്ക് മുകളിലാണ് വെളിച്ചെണ്ണ വിൽക്കുന്നത്. ഈ നില തുടർന്നാൽ ഓണം സീസണിൽ വെളിച്ചെണ്ണയ്ക്ക് വില ഇനിയും ഉയരുമെന്നാണ് കരുതുന്നത്. ഈ തെങ്ങിനുണ്ടാകുന്ന മണ്ഡരി എന്ന രോഗം കൂടാതെ കുമ്പുചീയൽ, മഞ്ഞളിപ്പ്, ഫംഗസ് തുടങ്ങിയ രോഗങ്ങൾ മൂലവും നാളികേര ഉൽപാദനം വൻതോതിൽ ഇടിയുകയാണ്. നാളികേര ഉൽപാദനത്തിൽ വൻ ഇടിവ് റിപ്പോർട്ട് ചെയ്തതോടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതായി നാളികേര വികസന ബോർഡ് നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നാളികേരത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതിനായി പ്രതിവർഷം 20 കോടി രൂപയാണ് ബോർഡ് ചെലവഴിക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 38% ഫാമുകളും പഴക്കം ചെന്നതാണ്. ഗുണനിലവാരമുള്ള തൈകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തെങ്ങ് നഴ്സറികൾക്ക് ബോർഡ് സാമ്പത്തിക സഹായം നൽകി. 20,000-ലധികം ഗുണനിലവാരമുള്ള തൈകൾ വളർത്താൻ ശേഷിയുള്ള തെങ്ങ് നഴ്സറികൾക്ക് അക്രഡിറ്റേഷൻ റേറ്റിംഗ് ലഭിക്കുന്നതാണ്. തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് നാളികേര കർഷകർക്ക് ഹെക്ടറിന് 3.60 ലക്ഷം രൂപ ധനസഹായം നൽകും. തോട്ടത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിസ്തീർണം 2 ഹെക്ടറാണ്. കൃഷിഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി അനുസരിച്ച് പുതിയ സ്ഥലങ്ങളിൽ തെങ്ങിൻ തൈകൾ നടുന്നതിന് ഹെക്ടറിന് 56,000 രൂപ സാമ്പത്തിക സഹായം നൽകും. പരമാവധി 2 ഹെക്ടറും കുറഞ്ഞത് 25 സെന്റും വരെയുള്ള സ്ഥലങ്ങൾക്കാണ് സബ്സിഡി നൽകുക. തെങ്ങ് കയറ്റക്കാരുടെ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് കൊക്കോ മിത്ര. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് സഹകരണ സംഘം പോലുള്ള നിയമപരമായ കൂട്ടായ്മ രൂപീകരിക്കാവുന്നതാണ്. ഉപകരണങ്ങൾക്കും യാത്രാ സഹായങ്ങൾക്കുമായി 2.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം ഇവയ്ക്ക് നൽകും. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.